നമസ്കാരം. ഇന്നത്തെ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സർക്കാർ, PSC, പ്രൈവറ്റ്, സ്ഥിര നിയമനം, താൽക്കാലിക ജോലി തുടങ്ങി എല്ലാതരം നോട്ടിഫിക്കേഷനുകളും അപ്ലൈ ചെയ്യുവാനുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. സെൻട്രൽ റെയിൽവേയിൽ സ്പോർട്സ് കോട്ട വഴി 59 ഒഴിവുകൾ. ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് 2026 ന്യൂസ് സ്ക്രിപ്റ്റ്. കായിക രംഗത്തെ മികവ് തെളിയിച്ചവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ സ്ഥിര ജോലി നേടുവാൻ മികച്ച അവസരം. സെൻട്രൽ റെയിൽവേ 2026-27 വർഷത്തേക്കുള്ള സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം പുറത്തിറക്കി. ഗ്രൂപ്പ് ഡി ഉൾപ്പെടെ വിവിധ ലെവലുകളിലായി ആകെ 59 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 14, 2026 ആണ്. വിദ്യാഭ്യാസ യോഗ്യത ഒഴിവിൻ്റെ ലെവലിനെ ആശ്രയിച്ചാണ് യോഗ്യതയുള്ളത്. ലെവൽ 5/4 തസ്തികകൾക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലെ ബിരുദം വേണം. ലെവൽ 3/2 തസ്തികകൾക്ക് +2 അല്ലെങ്കിൽ 10ാം ക്ലാസും, ആക്ട് അപ്രന്റീസ്ഷിപ്പ് അല്ലെങ്കിൽ 10ാം ക്ലാസും, NCVT അല്ലെങ്കിൽ SCVT അംഗീകൃത ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ലെവൽ 1 ഗ്രൂപ്പ് ഡി തസ്തികകൾക്ക് 10ാം ക്ലാസ് ITI അല്ലെങ്കിൽ NCVT നൽകുന്ന നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി 2027 ജൂലൈ 1 അടിസ്ഥാനമാക്കി 18 മുതൽ 25 വയസ്സ് വരെയാണ് പ്രായപരിധി. അതായത് 2002 ജനുവരി 1 മുതൽ 2009 ജനുവരി 1 വരെ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് എങ്ങനെ? ആദ്യഘട്ടത്തിൽ യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ രേഖാപരിശോധനയ്ക്കും സ്പോർട്സ് ട്രയലിനും വിളിക്കും. ട്രയലിൽ 40 മാർക്കിൽ കുറഞ്ഞ 25 മാർക്ക് നേടുന്നവരെ മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് പരിഗണിക്കുകയുള്ളൂ. ട്രയലിൽ അയോഗ്യരാകുന്നവരെ തുടർ തെരഞ്ഞെടുപ്പിലേക്ക് പരിഗണിക്കില്ല. അപേക്ഷാ ഫീസ് ജനറൽ വിഭാഗം 500 രൂപ, SC/ST, സൈനികർ, വനിതകൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾ, സാമ്പത്തികമായി പിന്നോക്ക വിഭാഗം എന്നിവർക്ക് 250 രൂപ. ഓൺലൈനായി ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് എന്നിവ ഉപയോഗിച്ച് ഫീസ് അടയ്ക്കാം. എങ്ങനെ അപേക്ഷിക്കാം? അപേക്ഷകൾ സെൻട്രൽ റെയിൽവേയുടെ ഔദ്യോഗിക റിക്രൂട്ട്മെന്റ് വെബ്സൈറ്റ് വഴി ഓൺലൈനായി മാത്രം സമർപ്പിക്കണം. അപേക്ഷിക്കുന്നതിന് മുമ്പ് സ്പോർട്സ് കോട്ട യോഗ്യത, അംഗീകൃത കായിക നേട്ടങ്ങൾ, ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ, മറ്റു നിബന്ധനകൾ എന്നിവ ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പരിശോധിച്ച് ഉറപ്പാക്കുക. കായിക നേട്ടമുള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയിൽ സ്ഥിര സർക്കാർ ജോലി നേടുവാനുള്ള മികച്ച അവസരമാണിത്. അതിനാൽ അവസാന തീയതിയായ ഓഗസ്റ്റ് 14 മുമ്പ് അപേക്ഷ സമർപ്പിക്കാൻ മറക്കരുത്. ഇത്തരത്തിലുള്ള റെയിൽവേ ജോലികൾ, സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റുകൾ, കേന്ദ്ര സർക്കാർ ജോലി വാർത്തകൾ, PSC ബാങ്ക് അഡ്മിഷൻ, സ്കോളർഷിപ്പ് അപ്ഡേറ്റുകൾ എന്നിവ ആദ്യം അറിയാൻ സ്റ്റഡി ഫോർ ഷുവർ വിത്ത് സ്റ്റെല്ലാർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാവർക്കും നന്ദി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും. വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.